കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് പറയുന്നത് കുറച്ച് ഭക്തർ ചോദിച്ചു, ശീവേലി, ഗുരുവായൂര ശീവേലി എന്താണ്, എങ്ങനെയാണ് ശീവേലി എന്ന് പറയുന്നത് കേൾക്കാണ്ട് എന്താണ് സംഭവം, അതുപോലെ ശ്രീഭൂതബലി എന്താണ് എന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശീവേലി വിഗ്രഹം തന്നെ ഉണ്ട് ഗുരുവായൂർ. നമ്മൾ ശ്രീലകത്തിരിക്കുന്ന വിഗ്രഹം ഒരെണ്ണം വേറെ, ചതുർബാഹുവായ വിഗ്രഹം അല്ലാതെ വേറൊരു ശീവേലി വിഗ്രഹമുണ്ട്. അത് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ക്ഷേത്ര ആചാരമാണ് ശീവേലി. അതായത് തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണാനായിട്ട് പുറത്തേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ അത് ഗുരുവായൂരിനെ സംബന്ധിച്ച് കീഴ്ശാന്തിയാണ്, ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരിയാണ് ശീവേലി വിഗ്രഹമായിട്ട് ആനയുടെ പുറത്താണ്. അതിൻ്റെ പുറകിൽ മുന്നിൽ വാദ്യഘോഷങ്ങളുണ്ടായിരിക്കും, മുന്നിൽ ഭക്തരും ഒപ്പം നടക്കുന്ന ഒരു ചടങ്ങ്. അങ്ങനെ ബലിക്കല്ലുകൾക്ക്, അതായത് എന്താ പറയുക, അഷ്ടദിക്പാലകർക്കും ദ്വാരപാലകർക്കും സപ്തമാതൃക്കൾക്കും ഭൂതഗണങ്ങൾക്കും ക്ഷേത്രപാലകനും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം കൊടുക്കുക. അപ്പോൾ അത് അവർ സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ഹവിസ്സും ജലഗന്ധ പുഷ്പാദികളുമായി മേൽശാന്തിയും കയ്യിലെ പാത്രമായിട്ട്, അതായത് വേറൊരു അതിൽ കീഴ്ശാന്തി ബലി തൂകുന്നതിനുള്ള സാധനങ്ങളുമായിട്ട് ഹവിസ്സുമായിട്ട് കൂടെ ഉണ്ടാവും. അങ്ങനെ എഴുന്നള്ളിപ്പിൻ്റെ അടുത്ത് ചെയ്യുന്നതാണ്. അത് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു റൗണ്ടാണ് മേൽശാന്തിയും കീഴ്ശാന്തിയും കൂടി ബലി തൂവുന്നത്. പക്ഷേ ശീവേലി നടക്കുന്നത് 3 റൗണ്ടാണ്. 3 റൗണ്ട് ആനശീവേലിയാണ്. ആനയില്ലാത്ത ഒരു ദിവസം മാത്രമേ ആനയില്ലാത്ത ശീവേലി ഉള്ളൂ. അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും 3 റൗണ്ട് ആനയുമായിട്ട് ആനയുടെ പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ആ ശീവേലി ചടങ്ങുകളാണ്. അതാണ് ശരിക്കുള്ളത്. എല്ലാ ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾക്കൊക്കെ ബലി തൂവും. ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തും പുറത്തും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് ശീവേലി ഉണ്ടാവുക. അപ്പോൾ ഈ സമയം ക്ഷേത്രേശന് പ്രദക്ഷിണമായി നീക്കുന്നു എന്നാണ്. ക്ഷേത്രേശൻ പ്രദക്ഷിണമായിട്ടിങ്ങനെ നടക്കുന്നു എന്നാണ് ആ ആനപ്പുറത്തെ. അതാണ് ശീവേലിയുടെ അത്. ഗുരുവായൂരിൽ 3 ശീവേലിയാണ് ഉള്ളത്. രാവിലെ, അതുപോലെ വൈകിട്ട് നട തുറക്കുന്ന സമയത്തുണ്ടാവും. പിന്നെ അത്താഴപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപുള്ള ശീവേലി. അങ്ങനെ 3 ശീവേലിയാണ് ഉണ്ടാവുക. ശീവേലിക്ക് 3 പ്രാവശ്യം ആണ്, അതായത് 3 റൗണ്ടാണ് പ്രദക്ഷിണം ഉണ്ടാവുക. ഇനി ശ്രീഭൂതബലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് 4മതൊരു റൗണ്ട് കൂടി. ആ 4 റൗണ്ടിലും ഓദിക്കൻ അല്ലെങ്കിൽ മേൽശാന്തി കൂടെ ഉണ്ടാവുമെന്നുള്ളതാണ്. അതായത് ഓരോ റൗണ്ടിലും ബലി തൂയും കൊണ്ട് ഓദിക്കന്മാരുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ 4മത്തെ റൗണ്ടിൽ ആന ഓടും, ആനയും ഓടും. അതുപോലെ ശീവേലി, അതായത് ഭഗവാന്റെ വിഗ്രഹം പിടിച്ചിട്ടുള്ള കീഴ്ശാന്തി ആനപ്പുറത്തിരുന്ന ആനയെ കൊണ്ട് ഓടിക്കും. അതുപോലെ ഭക്തരും ഓടും കൂടെ. അങ്ങനെ അവസാനത്തെ ബലി തൂവുന്നത് വരെയും ആന ഓടിയും കൊണ്ട് വളരെ സ്പീഡിൽ ഓടിയിട്ട് ചെയ്യുന്നതാണ് ശ്രീഭൂതബലി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അതാണ്. പിന്നെ സപ്തമാതാക്കളെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു, അതും കൂടി ഞാനിതിൽ പറയാം. അതിൽ അഷ്ടദിക്പാലകർ, അതായത് 8 ദിക്കും പാലിക്കുന്ന ദേവകളാണ്. കിഴക്ക് ദിക്കിന് ഇന്ദ്രനാണ്, തെക്ക് കിഴക്കിന് അഗ്നി, തെക്കിന് യമൻ, നിര്യതി അതായത് തെക്ക് പടിഞ്ഞാറ്, വരുണൻ പടിഞ്ഞാറ് ഭാഗത്ത്, വായു വടക്ക് പടിഞ്ഞാറ്, കുബേരൻ വടക്ക്, ഈശൻ വടക്ക് കിഴക്ക് ആണ് അഷ്ടദിക്പാലകരാണ് ഇവർക്കും ഹവിസ് നൽകുന്നതാണ് അഷ്ടദിക്പാലകർക്കുള്ളത്.
അതുപോലെ സപ്ത മാതൃക്കൾ. അവരെ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി എന്നീ 7 ദേവികളാണ് സപ്തമാതൃക്കൾ. ഇവർ ശരിക്കും ബ്രഹ്മാവ്, ശിവൻ, സുബ്രഹ്മണ്യൻ, വിഷ്ണു, വരാഹം, ഇന്ദ്രൻ, ദുർഗ എന്നിവരുടെ ശക്തികളായിട്ടാണ്, അവരുടെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാ ക്ഷേത്രത്തിലും അവരുടെ പ്രതിഷ്ഠ ഉണ്ടാവും. ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്ത് ബലിക്കല്ല് രൂപത്തിൽ, അതായത് 9 ശിലകളായിട്ടാണ് ആ പ്രതിഷ്ഠ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ വിഗ്രഹരൂപത്തിലുണ്ടാവും. നമ്മളെ ഗുരുവായൂരിനെ സംബന്ധിച്ച് 9 ശിലകളായിട്ട്, അതായത് ബലിക്കല്ല് പോലെ ഒന്നിച്ചുള്ള ആ ഒരു അതിനെയാണ് സപ്തമാതാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ഉച്ചപൂജയിൽ സപ്തമാതാക്കളെ തൊഴാൻ വേണ്ടി പറയാറുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ സംശയം ചോദിച്ചത് കാരണമാണ് ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി സപ്തമാതാക്കളെ ആണ് പ്രതിഷ്ഠിക്കുക. അപ്പോൾ അവരെ നമ്മൾ നോക്കി, ക്ഷേത്രത്തിന് കാവൽ പോലെയാണ്. അവരെയും നമ്മൾ ആ പ്രതിഷ്ഠകളെ നമ്മൾ പൂജിക്കണം, ആരാധിക്കണം, കൈകൂപ്പി വണങ്ങണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത, ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ല, പക്ഷേ ഉത്തരമാതാക്കൾ എന്നുകൂടിയുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട്. സപ്തമാതൃക്കൾക്ക് തെക്ക് വശത്താണ് സ്ഥാനം, അതുപോലെ ഇവർക്ക് വടക്ക് വശത്താണ് സ്ഥാനം. അതുകൊണ്ടാണ് അവരെ ഉത്തരമാതൃക്കൾ എന്നറിയപ്പെടുന്നത്. ഭാഗീശ്വരി, ക്രിയ, കീർത്തി, ലക്ഷ്മി, സൃഷ്ടി, വിദ്യ, ശാന്തി എന്നീ 7 ദേവിമാരാണ് ഉത്തരമാതൃക്കൾ. സപ്തമാതൃക്കൾക്കൊപ്പം അംഗരക്ഷകരായിട്ട് ഗണപതിയും വീരഭദ്രനൊക്കെ ഉള്ള പോലെ ഉത്തരമാതൃക്കൾക്കും അംഗരക്ഷകരായിട്ട് ശ്രീധരൻ, അശ്വമുഖൻ എന്നീ ദേവന്മാരൊക്കെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇവർ ഈ എന്താ പറയുക, ഉത്തരമാതൃക്കൾക്ക് ബലിക്കല്ല് രൂപത്തിൽ കാണാറില്ല. അവർ അവിടെ ആ ശീവേലി സമയത്ത് അവരുടെ സങ്കല്പം മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ഇത്രയാണ് കാര്യപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചും സാധാരണ വിഷ്ണു ക്ഷേത്രത്തിലും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഗുരുവായൂരിലാണ് ശീവേലിക്ക് 3 പ്രദക്ഷിണവും ശ്രീഭൂതബലിക്ക് 4 പ്രദക്ഷിണവും ഉള്ളത്. അത് 4ാമത്തെ പ്രദക്ഷിണം ആ ശ്രീഭൂതബലി ചടങ്ങുകൾ എന്ന് പറഞ്ഞ പോലെ, അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ശീവേലിയും അല്ലാത്ത ദിവസങ്ങളിൽ ശ്രീഭൂതബലി ചടങ്ങുകളാണ്. ശ്രീഭൂതബലി കഴിഞ്ഞിട്ട്, അതായത് ശീവേലി കഴിഞ്ഞതിൻ്റെ ഉദയാസ്തമന പൂജ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തീർച്ചയായിട്ടും ശ്രീഭൂതബലി ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇപ്പോൾ എന്നോട് സംശയം ചോദിച്ച ആളുകൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.